എബ്രോഡ് എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ്. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഫവാസ് ഉസ്മാൻ അലിക്ക്. നമസ്കാരം. ഇപ്പൊ വിദേശത്തെ നേഴ്സിംഗ് അല്ലെങ്കിൽ MBBS ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പൊ എന്റെ അടുത്തൊരു സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡസൻ വാണ്ട് ദ കൾച്ചറൽ ബൂം ടു ബി ഹാപ്പൻ ദിസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. അതായത് ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇത്ര സ്റ്റുഡൻസിനെ അടുത്ത വർഷം ഇവിടെ ചെയ്യാം. So that means 50% of capacity of that university. So അവരുടെ അടുത്ത് പറഞ്ഞു I doesn't need that much of Indian students here. എനിക്ക് അതിൻ്റെ ഒരു 10% മതി, ബാക്കി ഞാൻ ബാക്കിയുള്ള കുട്ടികളെ എടുത്തോളാം. സോ they are seeing something more than the amount I guess. അതായത് പൈസയേക്കാളും കൂടുതൽ അവർക്ക് ഒരുപാട് രാജ്യത്തുള്ള കുട്ടികളും അവരൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാതും ഇന്ത്യൻ സ്റ്റുഡൻസിനെ ആവാനും ഒരു നാടും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ്. എന്താണ് ഹെൽപ്പ് എബ്രോഡിൽ നടക്കുന്നത്? എനിവേ ഹെൽപ്പ് എബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഞങ്ങള് വിദേശത്തോട്ട് സ്റ്റുഡൻസിനെ MBBS അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിഷൻസിന് മാത്രം കൊണ്ടുപോകുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. എന്തൊക്കെ സർവീസസ് ആണ് നൽകുന്നത്? നഴ്സിംഗ് അൽബേനിയ, ബൾഗേറിയ, പിന്നെ ബോസ്നിയ, പിന്നെ ജോർജിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് ചെയ്യുന്നത്. MBBS അഡ്മിഷൻസ് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ബൾഗേറിയ, റൊമേനിയ, സെർബിയ, മോൾഡോവ, ഈജിപ്ത് തുടങ്ങിയ എല്ലാ രാജ്യത്തും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ നഴ്സിംഗ് ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ MBBS പോലെയല്ല. നഴ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് +2 അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കും. ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലിൽ തന്നെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരും എബ്രോഡ് തന്നെ പോയി നഴ്സിംഗ് പഠിക്കുന്നത്? അതിനുള്ള പ്രധാന കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് പലർക്കും ഇന്ത്യയിൽ കറക്റ്റ് ആയിട്ടുള്ള സാലറി കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് 95% ആൾക്കാരും വിദേശത്ത് വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ വിദേശത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു തൊഴിലിന് വിദേശത്ത് തന്നെ പഠിച്ചുകൂടാ, എന്തുകൊണ്ട് പഠിച്ചുകൂടാന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ച കുറച്ച് സീരിയസ് കുറച്ച് അങ്ങനത്തെ ആയിരിക്കും. ഞങ്ങൾ ധ്യാൻ ചേട്ടനെ വെച്ച് ഒരു ഉള്ളിൽ സീരിയസും പറഞ്ഞു. അംബാസിഡർ ആക്കാനുള്ള കാരണം എന്താണ്? അതൊക്കെ തന്നെ റീസൺ. ഒന്നാമത്തെ റീസൺ, എനിക്ക് ഒരു സെലിബ്രിറ്റിനെ എടുക്കുന്ന ടൈമില് ആ സെലിബ്രിറ്റിനെ ഒരു വർഷം മൊത്തം അല്ലെങ്കിൽ 1, 2, 3 വർഷം കണ്ടിന്യൂസ്ലി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിൽക്കണം എന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയ ടൈമില് ബിഗർ സ്റ്റാർസ് മുതൽ താഴത്തെ സ്റ്റാർ വരെ നോക്കി നോക്കുമ്പോ എനിക്ക് ഒരേ ഒരു സ്റ്റാറിനെ അങ്ങനെ കണ്ടുള്ളൂ. അത് ധ്യാൻ ചേട്ടൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി അത് ഫോക്കസ് ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ സീൻസ്. ഇന്ന് ബിഹൈൻഡ് ദ സീൻസിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു MBBS ഗ്രാജുവേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഹെൽപ്പ് എബ്രോഡ് എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ്. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഫവാസ് ഉസ്മാൻ അലിക്ക്. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. MBBS ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ബുദ്ധിജീവിയാണോ സത്യത്തിൽ? ഞാൻ ബുദ്ധിജീവിയൊന്നുമല്ല. MBBSന് പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 24 hours പഠിക്കുന്ന പോലെ ഒന്നല്ല. ഞങ്ങൾ MBBS കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. എല്ലാവരും പോലെ ഇച്ചിരി ഉറപ്പൊക്കെ ആയിട്ട് എക്സാമിന്റെ തലേന്നൊക്കെ പഠിച്ചു പാസ്സാവുന്ന ആൾക്കാർ തന്നെയാണ്. എക്സാമിന്റെ തലേദിവസം പഠിച്ച MBBS ഒക്കെ പാസ്സാവും. അതിന് മുന്നേ കുറച്ച് നമുക്ക് ബുദ്ധി കൂടിയും വേണം. അപ്പൊ ബുദ്ധി വേണോ? MBBS ഇഷ്ടത്തോടെ എടുത്ത ആളാണോ? ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ട് എനിക്ക് സിവിൽ സർവീസ് ആയിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് വേണമെന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ +2 കഴിഞ്ഞിട്ട് വേറെ കോഴ്സ് ചൂസ് ചെയ്യായിരുന്നു. പിന്നെ മെഡിസിൻ ആണ് അതിന് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി, അങ്ങനെ അത് എടുത്തു. ഇപ്പൊ ഹെൽപ്പ് എബ്രോഡ് എല്ലാരെയും സഹായിക്കുന്ന സ്ഥാപനമാണോ? ഹെൽപ്പ് എബ്രോഡ് എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം ഇത് ഫൗണ്ടറും ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഏജ് വളരെ ചെറുതായിരുന്നു എനിക്ക് ആ പ്രായത്തില്. സോ എനിക്ക് ഒരുപാട് കേട്ട് പഴകിയിട്ടുള്ള ഒരു പേര് വേണമെന്ന് തോന്നി. അപ്പൊ പിന്നെ ഹെൽപ്പ് എബ്രോഡ് എന്ന് പറഞ്ഞതിന് ശേഷം കമ്പനി 2019 ഞാൻ ജസ്റ്റ് ചെയ്തിരുന്നത്. 2021 രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ആവുന്നത്. അപ്പൊ ആ ടൈമില് ഹെൽപ്പ് എബ്രോഡ് എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ ഇച്ചിരി ഓൾഡ് തോന്നണമെന്ന് തോന്നി ചെയ്തത്. ഓ, അങ്ങനെയാണ് ആ നെയിമിലേക്ക് വന്നത്. ഓക്കെ. MBBS ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി സർവീസ് ചെയ്യണം അങ്ങനെ തോന്നിയോ, അതോ നേരെ ബിസിനസ്സിലേക്ക് കിടക്കുമായിരുന്നു? ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഇതിലോട്ട് അറിയാണ്ട് എത്തിപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ MBBS പഠിച്ചാലേ നിങ്ങൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാറില്ലേ? അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ആൻസറിങ്ങിന് വേണ്ടി പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ. സോ ദാറ്റ് മീൻസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ജനങ്ങളെ നോക്കിക്കോളും.
ഇപ്പൊ ഈ ഹെൽപ്പ് എബ്രോഡ് ഇപ്പം നമ്മൾ ആ വാക്ക് ഭയങ്കര ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ആ സ്ഥാപനം ഫെമിലിയർ ആണ്. അപ്പൊ സത്യത്തിൽ എന്തൊക്കെയാണ് ലൈക്ക് ജോബ് വേക്കൻസീസ്, അല്ലെങ്കിൽ അതുള്ളവർക്ക് ജോലി മേടിച്ചു കൊടുക്കുവാണോ, അതോ പഠിത്തത്തിനുള്ള സഹായമാണോ, എന്താണ് ഹെൽപ്പ് എബ്രോഡിൽ നടക്കുന്നത്? ഹെൽപ്പ് അബ്രോഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇതിന് ഇന്റർവ്യൂ വേണ്ടി ചോദിച്ചു. എനിവേ ഹെൽപ്പ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഞങ്ങള് വിദേശത്തോട്ട് സ്റ്റുഡൻസിനെ MBBS അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിഷൻസിന് മാത്രം കൊണ്ടുപോകുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. സോ ഞങ്ങൾക്ക് വിദേശത്തോട്ട് MBBSഉം നഴ്സിംഗും ആണ് മെയിൻലി. സോ MBBS ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ഇതിന് കൊണ്ടുവരുന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി വിശ്വസത്തോടെ കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഞങ്ങൾ കറന്റ് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ബൾഗേറിയ, റൊമേനിയ തുടങ്ങിയ എല്ലാ രാജ്യത്തോട്ടും MBBSഉം പിന്നെ നമ്മൾ അൽബേനിയ, ജോർജിയ, ബൾഗേറിയ തുടങ്ങിയ നാട്ടിലോട്ട് നഴ്സിംഗിനും വേണ്ടി പറഞ്ഞേക്കും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ MBBS നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ എബ്രോഡ് പോകുന്നു. അപ്പൊ എല്ലാരും ഞാനും കേട്ടറിയാം, എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഡൗട്ട് ഇപ്പം സാർ ഇരിക്കുന്നോണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. എല്ലാരും പറഞ്ഞു നാട്ടിൽ പഠിക്കുന്നതാണ് വില, അല്ലെങ്കിൽ നാട്ടിലത്തെ MBBSനാണ് വിലയുള്ളൂ, നാട്ടിൽ പഠിച്ചാലാണ് എല്ലായിടത്തും ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ എന്തെങ്കിലും സത്യം? അങ്ങനത്തെ കുറെ കഥകളുണ്ട്. ഇപ്പൊ ഞാനും വിദേശത്തോട്ട് സ്റ്റുഡൻസ് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം നാട്ടിലെ MBBSന് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ, വിദേശത്തെ MBBSന് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ വിദേശത്ത് പഠിച്ചു കഴിഞ്ഞാലും നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും നമ്മളിവിടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് ആൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് പിന്നെ അതിന്റെ പേരിൽ ഒരു വിവേചനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ നാട്ടിൽ ലൈസൻസ് കിട്ടാൻ ഒരു സെപ്പറേറ്റ് എക്സാം എഴുതണം, ഒരു ലൈസൻസിങ് എക്സാം. അതിന്റെ പേര് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു രസകരമായിട്ടുള്ള സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം എഴുതേണ്ടി വരും എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് പേരൻസ് എന്ത് ചെയ്യും, 1 വർഷമോ 2 വർഷമോ കുട്ടികളെ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ 1 കോടി 1.25 കോടിയോ രൂപ കൊടുത്തിട്ട് നാട്ടിൽ തന്നെ സീറ്റ് വാങ്ങും. പക്ഷെ ഇതിനകത്തുള്ള വലിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ FMG എന്ന് പറയുന്ന ലൈസൻസിങ് എക്സാമിനെ പേടിച്ചിട്ട് നാട്ടിൽ ചേർത്തിയിട്ടും കാര്യമല്ല, അത്ര തന്നെയോ അതല്ലെങ്കിൽ അതിലും ഡിഫിക്കൽറ്റി ആണ് എന്ത് നാട്ടിലത്തെ എക്സാമിനേഷൻ. അപ്പൊ ചിലർ പാടല്ല നാട്ടിലെ മെഡിക്കൽ കോളേജിലാണെങ്കിലും പാസ്സാണ്. സോ FMG ആലോചിച്ച് ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആണ് മുമ്പ് പേരൻസ് പറഞ്ഞേക്കാണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഇതിന് വേണ്ട ഈ ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ സർവീസ് ആണല്ലോ നമ്മുടെ ഒരു ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ്. നമുക്ക് എല്ലാവർക്കും നല്ല ഡൗട്ടുകളും ഉണ്ടാവും. ഇപ്പൊ നിസാരം നമ്മൾ അത്രയും രൂപ പുറത്തേക്കാണെങ്കിലും അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? സാർ തന്നെയാണോ ഡീൽ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വലിയൊരു ടീമാണ് ഇതിന് പിന്നിലുള്ളത്. പിന്നെ എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെന്റിലൂടെയും പിന്നെ ധ്യാൻ ശ്രീനിവാസനാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. അത് വെച്ച് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരുന്നത് ഫസ്റ്റ് എന്റെ കൗൺസിലേഴ്സ് ഹാൻഡിൽ ചെയ്യും. എനിക്ക് ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട്, അപ്പൊ അവര് ഹാൻഡിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്നായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നവരടുത്ത് എന്നും വൈകുന്നേരം ഞങ്ങൾ ഒരു 7:30 വെബിനാറിനകത്തോട്ട് ഇരിക്കാറുണ്ട്. അതെന്റെ ഓഫീസ് കോൺടാക്ട് നമ്പറിൽ നിന്ന് കഴിഞ്ഞാൽ വെബിനാറിനകത്തോട്ട് രജിസ്ട്രേഷൻ ആവും. ഈ വെബിനാർ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതിനകത്തോട്ട് ഒരു സംവാദം പോലെയാണ് പേരൻസിനായിട്ട് സംസാരിക്കുന്നത്. അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യലുണ്ട്. അതും കഴിഞ്ഞ് ഡൗട്ടുള്ളവർക്ക് ഫോം വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞു സാറ് എന്താ പറയാ വഴി തെറ്റി വന്നതാണ് ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക്. വഴി തെറ്റിയൊന്നുമില്ല, ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വഴി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് അല്ല, തുടക്കത്തില് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്മാച്ച് ആയിട്ട് വന്ന് കയറുന്നത്. അങ്ങനെ ഒരിക്കലും വന്നതല്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മറ്റേ മെഡിസിൻ എല്ലാവരും ഓരോ പ്രൊഫഷണൽക്ക് വരുന്ന ആളാണ്. ഞാനും മെഡിസിൻ ഗ്രാജുവേഷൻ ആയിട്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഒരു 2nd ഇയർ 3rd ഇയർ ഒക്കെ ആയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഓരോ അഡ്മിഷൻസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്റ്റുഡൻസിനായിട്ട് സംസാരിക്കലും സെമിനാർസും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പങ്കെടുത്ത് വന്നു. പിന്നെ അത് പേഴ്സണലി എൻക്വയറീസ് വരൽ തുടങ്ങി. അത് പിന്നെ ഒരുപാട് എൻക്വയറീസ് ആയി. പിന്നെ അതെന്തുകൊണ്ട് സീരിയസ് ആയി ചെയ്തുകൊണ്ടാന്ന് ആലോചിച്ച് അങ്ങനെ വന്നു. പിന്നെ ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്പൊ സർവീസ്. ഇപ്പൊ ഞങ്ങൾക്ക് കറന്റ് ഒരുപാട് കുട്ടികൾ ജോർജിയയിലും ഉസ്ബെക്കിസ്ഥാനിലും പറഞ്ഞ പോലെ സെർബിയയിലും കിർഗിസ്ഥാനിലും ഈജിപ്തിലും ബൾഗേറിയയിലും എല്ലാ രാജ്യത്തും ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്. ഈവൻ റഷ്യയിലും വരെ ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീറ്റീവ് നടക്കുന്ന ഒരു ഏരിയ ആണല്ലോ ഈ എഡ്യൂക്കേഷൻ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ആൾക്കാരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലാണ്. അപ്പം അതിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഹെൽപ്പ് അബ്രോഡ് നിൽക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രധാനമായിട്ട് തന്നെ ഞങ്ങളിപ്പോ MBBS ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും സാധാരണ ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള കൺസൾട്ടൻസീസ് ഒക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾമോസ്റ്റ് ഒരു 90% എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻസ് വാങ്ങിയിട്ട് വിസ ഡോക്യുമെന്റേഷൻ പേപ്പർ വർക്ക്സ് ചെയ്തിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു അയക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യാറുള്ളത്. സോ ഞങ്ങളുടെ കൺസൾട്ടൻസി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഞാനിപ്പോ കുറച്ച് മുന്നേ നിങ്ങൾ എൻ്റെ അടുത്ത് വെച്ച് എവിടെ നിന്ന് വരുന്നത്, ഞാൻ അസർബൈജാനിൽ നിന്ന് വരുന്നത്. ഇന്ന് രാത്രി ഈജിപ്തിൽ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ റഷ്യയിലാണ് ഉണ്ടായിരുന്നത്. ഇനി
ഇത് കഴിഞ്ഞിട്ട് ജോർജിയക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരാഴ്ച മുന്നേ ഉസ്ബെക്കിസ്ഥാനിലുണ്ടായിരുന്നു. സോ ഞാൻ വിദേശത്ത് സെറ്റിൽഡ് ആണ്. സോ ഒരു പാരന്റിന് നമ്മൾ വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ 24/7 സർവീസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ സ്വന്തമായിട്ട് ഹോസ്റ്റല്, ഞാൻ അത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽസ് ഉള്ളിടത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ, അതില്ലാത്തടത്ത് ഞങ്ങളുടെ തന്നെ ഹോസ്റ്റല്, പിന്നെ കേരള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ പോരാത്തതിന് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഒരു ഏജൻസി എന്നുള്ളതിനേക്കാളും നല്ലൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്. അതായത് നിങ്ങൾ എങ്ങനെ പഠിക്കണം, അപ്പൊ നഴ്സിംഗ് ആയിക്കോട്ടെ, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, MBBS ഒക്കെ അങ്ങനെയാണ്. ഞങ്ങള് ഒരു കൺസൾട്ടിങ് പോലെയാണ്. സോ ഒരു MBBS കഴിഞ്ഞ ഒരാൾ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കും. ഇപ്പൊ പലരും ചിന്തിക്കും, ഇപ്പൊ ഞാനും കേട്ടേക്കുന്നത് ഇങ്ങനെ പുറത്ത് പഠിക്കാൻ ഫീസ് കുറവായിരിക്കാം കമ്പാരിറ്റീവ്ലി ഇവിടെ വെച്ച് നോക്കുമ്പോൾ, പക്ഷെ അവിടുത്തെ എക്സ്പെൻസ് അല്ലെങ്കിൽ റെന്റ് അല്ലെങ്കിൽ അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേനും ഭയങ്കര ബാധ്യത. അതിനെക്കാളും ഭേദം അതെല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ പഠിക്കുന്ന ഒരു ഫീസ് ആവുള്ളൂ, നമുക്ക് വീട്ടിൽ നിന്ന് പോവാം, വീട്ടിൽ നിന്ന് പഠിക്കാം, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അതെങ്ങനെയാ? എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇവിടെ രാജഗിരി. മന്ത്ലി എത്ര എക്സ്പെൻസ് ഉണ്ടായിരുന്നു? അങ്ങനെ വെച്ചാൽ മന്ത്ലി എനിക്ക് അങ്ങനെ വലിയ ഫുഡ് അക്കോമഡേഷനും അല്ല, വീട്ടിൽ നിന്ന് പോയി വരാം, കോളേജ് ബസ് ആയിരുന്നു. കെന്നിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അവിടെ പഠിക്കുന്നവര്, അവിടെ നിൽക്കുന്നവർക്ക് എത്ര എക്സ്പെൻസസ് ഉണ്ടായിരുന്നു? ഒരു 15,000 to 20,000 രൂപ ആയിരിക്കും. കുറവാണോ? അല്ല, ഹോസ്റ്റലിൽ ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. ഒരു 15 to 20 അല്ലേ? 15 to 20 കാണുമായിരിക്കും, കാരണം ഹോസ്റ്റൽ ഫീ ഉണ്ട്, പിന്നെ പുറത്തുനിന്നൊക്കെ പോകണം. ഞങ്ങളിപ്പോ ഉസ്ബെക്കിസ്ഥാനിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കേരള ഫുഡ് കൊടുക്കുന്നത് 10,000 രൂപയാണ് പെർ മന്ത്. ജോർജിയയിൽ ഫുഡ് കൊടുക്കുക, ഞങ്ങളുടെ തന്നെ ഫുഡ്. പിന്നെ ജോർജിയയിൽ ഞങ്ങൾ കേരള ഫുഡ് കൊടുക്കുന്നത് 10,000 രൂപയാണ്. റഷ്യയിലും അതെ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്ര വരുന്നുള്ളൂ. ഇനി അക്കോമഡേഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് 2 ഷെയറിംഗ്, 3 ഷെയറിംഗ്, 4 ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട്, ഉസ്ബെക്കിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മന്ത്ലി ഒരു കുട്ടിക്ക് ഏതാണ്ട് ഒരു 10,000 രൂപ, 7,000 രൂപ, 8,000 രൂപയൊക്കെ വരുന്നത്. റഷ്യയിലാണെങ്കിൽ ഒരു 4,000 രൂപ, 5,000 രൂപ വരുന്നുള്ളൂ. ജോർജിയയിലാണെങ്കിൽ ഡിപ്പെൻസിനനുസരിച്ച് 10,000, 12,000, 13,000 റേഞ്ച്. സോ ആൾമോസ്റ്റ് ഒരു 15,000 to 25,000 ഇടയിലാണ് കുട്ടികൾ വിദേശത്ത്. അത് ക്ലിയർ ആയില്ലേ? അപ്പൊ അത്രയ്ക്കുള്ള എക്സ്പെൻസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഇതിനേക്കാളും എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മള് മംഗലാപുരത്ത് മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ, നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ അതിനേക്കാളും എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പൊ ഈ നഴ്സിംഗിലേക്ക് വരുമ്പോ, ഇപ്പൊ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേഫ് ജോലി എന്താന്ന് വെച്ചാൽ എല്ലാരും ഇപ്പൊ നഴ്സിംഗിലേക്കാണ് പോകുന്നത്, ഇൻക്ലൂഡിങ് ബോയ്സ് ആയാലും. അത് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ആ ഒരു എണ്ണം ഉണ്ടെങ്കിൽ കേരളത്തിലായാലും ജോലി ഉറപ്പായിരിക്കും, വിദേശത്ത് പോയാൽ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാന്നാണ്. അപ്പൊ എന്റെ കസിൻസ് ഇങ്ങനെ കുറെ പേര് പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ചിറങ്ങിയിട്ട് വിദേശത്തേക്ക് പോവാനായിട്ടുള്ള ഒരു തടസ്സങ്ങൾ ഇപ്പൊ പല കൺട്രീസും റിജക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അത് എത്രത്തോളം സത്യം? അതിനകത്തുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മെഡിസിൻ സ്റ്റുഡൻസിന്റെ കാര്യം കുറച്ച് മുന്നേ സംസാരിച്ചു, MBBS. അതിനകത്ത് നഴ്സിംഗിന്റെ കാര്യത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നഴ്സിംഗ് ഇപ്പോ കെന്നിയുടെ കസിൻസ് പഠിച്ചു എന്ന് പറഞ്ഞു, നമ്മളൊരു മെജോറിറ്റി സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പോൾ ഒരു 90 to 95% സ്റ്റുഡൻസ് എന്താ പറയാന്നറിയോ, ഞങ്ങൾ നഴ്സിംഗ് പഠിച്ചിട്ട് വിദേശത്തേക്ക് പോകണം. നഴ്സിംഗ് പഠിച്ചിട്ട് വിദേശത്തേക്ക് പോകണം എന്ന് പറയാത്തവർ എനിക്ക് തോന്നുന്നു ഒരു 5 to 10% ഉള്ളൂ. കാരണം ഇവിടെ സാലറിയുടെ കുറവായിരിക്കും. അപ്പോ ഇപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു ചിന്തിച്ചു തുടങ്ങി, എന്തായാലും വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്, സോ എന്തുകൊണ്ട് വിദേശത്ത് തന്നെ പഠിച്ചുകൂടാ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നു. സോ ഈ ചോദ്യം കുട്ടികളുടെ മനസ്സിൽ മുൻപ് ഉണ്ടാവും. പക്ഷെ മുമ്പത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടികളുടെ മുന്നിൽ ആകെ 2-3 രാജ്യങ്ങളുള്ളൂ. ഇപ്പൊ ലൈക്ക് UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 60 ലക്ഷം റുപ്യ, 80 ലക്ഷം റുപ്യൊക്കെയാണ് ചെലവ് വരുന്നത്. ഇപ്പൊ UK ചില സ്ഥലത്ത് നമുക്ക് 30 ലക്ഷം റുപ്യ, 25 ലക്ഷം റുപ്യൊക്കെ നിൽക്കും. പക്ഷെ അതിനൊരു സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ 10-80 ലക്ഷം റുപ്യോളം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ഇപ്പത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ബൾഗേറിയ, പിന്നെ അൽബേനിയ, ജോർജിയ, ബോസ്നിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മളെ ബാംഗ്ലൂർ പഠിക്കാൻ നഴ്സിംഗിന് എത്ര വരുന്നുണ്ട്, ഇപ്പോൾ 10, 12, 13 അല്ലേ വരുന്നു. ആ ചെലവിൽ ഇപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നഴ്സിംഗ് പിള്ളേർ പുറത്തേക്ക് പോകാൻ തുടങ്ങി. സോ പണ്ടും കുട്ടികൾക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്താ പ്രശ്നം, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് പോകണം, പിന്നെ 60, 80, 70 ഫീസ് നോക്കണം, സ്കോളർഷിപ്പ് നോക്കണം. ഇപ്പൊ നമ്മളെ ചെന്നൈക്കും തമിഴ്നാടും കർണാടകയ്ക്കും പോണ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതേ ഫീസിന് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടിയിട്ട് വിദേശത്ത് പോകാം. ഇതുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ കുട്ടികൾ പുറത്തു പോകുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ നെയിംസ്, ഈ കൺട്രീസിന്റെ നെയിംസ് അല്ലെ എല്ലാരും ചൂസ് ചെയ്യുന്നത്, UK, ജർമ്മനി അല്ലെങ്കിൽ കാനഡ, അവിടെയൊക്കെ പഠിക്കാം അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാം എന്നാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ കുറെ ഡ്രോബാക്സ്, ഇപ്പൊ എനിക്ക് അറിയത്തില്ല, ഇപ്പൊ സാർ എന്നെ തിരുത്തി തന്നെ, ഇപ്പൊ സ്റ്റേ ബാക്ക് ഇല്ല, PR കിട്ടാൻ പാടാണ്, പിന്നെ അവിടെ ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യേണ്ടത്, മൊത്തത്തിൽ അവിടെ ചെല്ലുമ്പോ പെടുന്നൊക്കെ ഒരു അവസ്ഥയാണ് പലരുടെയും മനസ്സിൽ. അതെങ്ങനെയാ ഇപ്പൊ ഈ സ്ഥലങ്ങളിലേക്ക് ആരും ഫോക്കസ് ചെയ്യുന്നത്?
അതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ജർമ്മനിയോ അങ്ങനത്തെ രാജ്യങ്ങൾ ചെയ്യുന്നില്ല. ജർമ്മനി ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഓൾഡ് ഏജ് ഹോംസിൽ വർക്ക് ചെയ്യുന്ന നോട്ട് ചെയ്യുന്നില്ല. അത് ആക്ച്വലി നഴ്സിംഗ് മാത്രമല്ല അവരുടെ ഉദ്ദേശം. അവരുടെ നഴ്സിംഗ് പ്ലസ് ആ രാജ്യത്ത് തന്നെ മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന പല രാജ്യത്ത് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാലും വേറെ പല രാജ്യത്തും എന്ത് ചെയ്യുന്നില്ല, അത് വാലിഡ് ആവുന്നില്ല. വൈ? ബിക്കോസ് അത് ആ ലാംഗ്വേജിൽ പഠിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോ ഇറ്റലിയിലോ ജർമ്മനിയിലോ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രാജ്യത്ത് എന്താവില്ല, വാലിഡിറ്റി ആവില്ല. നമ്മുടെ പാത്വേ എന്ന് പറയുന്നത് ഇപ്പൊ ജോർജിയയിലായിക്കോട്ടെ, അൽബേനിയയിലായിക്കോട്ടെ, ബൾഗേറിയയിലായിക്കോട്ടെ, ബോസ്നിയയിലായിക്കോട്ടെ 100% ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പോ ബൾഗേറിയയിൽ ഇപ്പൊ ഒരു കുട്ടി നഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ആൾമോസ്റ്റ് 24-25 രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അവന് ഇന്ത്യയിൽ വർക്ക് ചെയ്യാം, അവന് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാം. വൈ? ബിക്കോസ് അവൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനത്തെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനി പോണ പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഞാൻ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ജർമ്മനി അംഗീകരിക്കുന്ന ഒരുപാട് രാജ്യത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ പറഞ്ഞ മെജോറിറ്റി 100% ഇംഗ്ലീഷിൽ പഠിച്ചു കഴിഞ്ഞാലാണ് ലോകം മൊത്തം വാലിഡ് ആവുന്നത്. ഇപ്പൊ സാർ പറഞ്ഞ ഈ കൺട്രീസിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകം മൊത്തം വാലിഡ് ആയിട്ട് 100% ഇംഗ്ലീഷിൽ പഠിക്കുക. പിന്നെ NMC പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാനില്ല. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകാരൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നഴ്സുമാർക്കൊക്കെ കുറച്ചധികം പൈസ കൂട്ടിക്കൊടുത്ത സാലറി ഒക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കണല്ലേ സുഖം? അവർക്ക് ഇവിടെ നിൽക്കുന്നതാണ് സുഖം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള കഥകളൊന്നും പലതും നമുക്കറിയില്ല. അതായത് ഇപ്പൊ പലതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അവർക്ക് അത് കൊടുക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, കൊടുക്കാൻ പറ്റാണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊടുത്താൽ സന്തോഷം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുവിധം ഒരുപാട് ഹോസ്പിറ്റൽസ് ഇന്ത്യയിൽ അത് കൊടുക്കുന്നില്ല. വളരെ ബേസിക് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഒരു 40+ എങ്കിലും അവർക്ക് എക്സ്പെക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു 40,000 അല്ലെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 35,000 എങ്കിലും ഇല്ലാണ്ട് ഇക്കാലത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിക്കാൻ പറ്റൂല. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എന്താ കൊടുക്കാത്തെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ എല്ലാത്തിലും നല്ലവരും ഒക്കെ ഉണ്ടാവില്ലേ, മീൻസ് നന്നായി ട്രീറ്റ് ചെയ്യുന്നവരുണ്ടാവില്ലേ. ഈ നഴ്സിംഗിന്റെ ഫീൽഡിലോട്ട് നോക്കി നിങ്ങൾ ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസും ആവറേജ് സെയിമാ കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി ഹൈ കൊടുക്കുന്നത് നമ്മളെ ഗവൺമെന്റാ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ, അതല്ലെങ്കിൽ ഇത്രയും കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും എനിക്കറിയില്ല ആക്ച്വലി. ഇവിടെ വന്നിട്ട് ഈ ഫ്രണ്ട്സിനോട്, ഇപ്പൊ നാട്ടിലത്തെ ഫ്രണ്ട്സിനോടൊക്കെ എടാ നിങ്ങളൊക്കെ പുറത്ത് സെറ്റിൽഡ് ആവട്ടെ, കേരളം ഒന്നും അല്ല, അല്ലെങ്കിൽ പുറത്തൊക്കെ സെറ്റിൽഡ് ആവുക, അതാണ് ലോകം. കാരണം ഒരുപാട് കൺട്രീസ് ട്രാവൽ ചെയ്തേക്കണേ. അപ്പൊ ഫ്രണ്ട്സ് എന്താണ് പറയാറ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ എന്നെ കളിയാക്കുക ചെയ്യാറ്. ഞങ്ങൾ അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ കളിയാക്കാറ്. പിന്നെ ഫ്രണ്ട്സിന്റെ വയസ്സില് എന്റെ ഒക്കെ കൂടെയുള്ള ആരും നാട്ടിലില്ല ഇപ്പൊ. സത്യാണ്. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഇപ്പൊ നാട്ടിലുണ്ട്? മേ ബി ഉണ്ടാവും. എന്റെ കൂടെ ഉള്ളവരൊക്കെ ഒന്നില്ലെങ്കിൽ UK, ജർമ്മനി, പിന്നെ അത്യാവശ്യം പഠിക്കുന്ന പിള്ളേർ UK, ജർമ്മനി അവിടെ ഇവിടേക്ക് എത്തി. പിന്നെ ഇച്ചിരി പഠനത്തിൽ കുറച്ച് പിന്നിലുള്ള ആൾക്കാർ ജോലി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റിലും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റിലായി. അപ്പൊ ആരും ഇല്ല നാട്ടില്. ഇനിയിപ്പോ ആരോടുത്താ പുറത്തു പോകാൻ പറയുന്നത്? അതാണ് ഏറ്റവും വലിയ ഭീഷണി കേരളം നേരിടുന്നതെന്നാണ് എല്ലാവരും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ നാട്ടിലുണ്ട്. എന്റെ അടുത്ത് എല്ലാവരും പറയുന്നു. ഇപ്പൊ സന്തോഷ് ജോർജ് ഞങ്ങളുടെയും പിന്നെ ഓരോ ആൾക്കാരുടെ VD സതീശന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കാണുന്നതാ. അപ്പൊ അതിനകത്തൊക്കെ പിള്ളേര് പുറത്തു പോകുന്നു സാധനം പിള്ളേര് പോകുന്നുണ്ട്. ബട്ട് അത് എല്ലാ നാട്ടിൽ ഉണ്ട്. ഇപ്പൊ ഞാൻ മുന്നേ പഠിച്ചിരുന്ന യുക്രൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ അവിടെ ആൾമോസ്റ്റ് ഞങ്ങളുടെ സിറ്റിയിലെ ഫുൾ ആണുങ്ങൾ യൂറോപ്പിലായിരുന്നു. അപ്പൊ അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. മൈഗ്രേഷൻ വളരെ കോമൺ ആണ്, എല്ലാരും പോകുന്നുണ്ട്. പിന്നെ നമുക്ക് തോന്നുകയാണ് ഇന്ത്യന്ന് മാത്രമാണെന്ന് തോന്നിച്ചാൽ പല രാജ്യത്തുനിന്നും ആൾക്കാർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കിപ്പോ അഫ്ഗാനിസ്ഥാൻ എടുക്കാം, അതല്ലെങ്കിൽ ഇറാൻ എടുക്കാം, അതല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള കുറച്ച് രാജ്യങ്ങൾ എടുക്കാം. ഇവർക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. കാരണം അവരുടെ പാസ്പോർട്ടിന് എന്തില്ല, ഒട്ടും വാല്യൂ ഇല്ല. ഇപ്പൊ ജോർജിയയിലൊക്കെ പല സിറ്റിസൺസിന് എന്ത് ചെയ്യുന്നില്ല, വിസ തന്നെ കൊടുക്കുന്നില്ല. സോ നമ്മൾ സത്യത്തിൽ ഭയങ്കര താങ്ക്ഫുൾ ആണ്. നമ്മളെ ഗവൺമെന്റിന്റെ വിസ അത്യാവശ്യം എല്ലായിടത്തും വാലിഡ് ആണ്. നമ്മളതിൽ ഹാപ്പി ആവുകയാണ് വേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോന്നുന്നു. പിന്നെ ചിലപ്പോ മറ്റേ നമ്മുടെ അഡൽട്ട്ഹുഡിലെ പീപ്പിൾ പോകുന്നത് ചിലപ്പോ ഇവിടെ വേറെ എന്റർടൈൻമെന്റ് ഇല്ലായിട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഇവിടെ ഇപ്പോ ഒരു അഡൽറ്റിന് ഇപ്പൊ തോന്നുന്നു ആകെ എന്താ എൻജോയ്മെന്റ് ഉള്ളത് എനിക്കറിയാം. ഒന്നില്ലെങ്കിൽ സിനിമ ആണ് കോമൺ ആയിട്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ മദ്യപാന, അത് മാറ്റി വെച്ചേക്ക്, അതെല്ലാ നാട്ടിലും ഉണ്ട്. അതല്ലാണ്ട് ഒരു എന്റർടൈൻമെന്റ് എനിക്ക് തോന്നുന്നത് അത് മാത്രല്ലേ ഉള്ളൂ. ഇനി നാളെ ഞാനും പോകേണ്ട അല്ല എനിക്കറിയില്ല. പിന്നെ ട്രാവലിംഗ് ഒക്കെ ഓരോരുത്തർ ചെയ്യാറുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മളൊക്കെ വിദേശത്ത് നിൽക്കുമ്പോ, ഞാൻ അതിനെ വെച്ച് ഞാൻ പറയാം, വിദേശത്ത് നിൽക്കുമ്പോ എന്ന് പറയുമ്പോ
നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ യങ് ജനറേഷൻ കൂടുതൽ ഇൻവോൾവ് ചെയ്യലുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ഉള്ള? അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ള ആക്ടിവിറ്റീസ് അല്ല, ഇവിടൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് തന്നെ അവിടെ കുറച്ചുകൂടി കോമൺ ആണ്. അതായത് ഇപ്പൊ അവര് എന്താ സ്പോർട്സ് ചെറുപ്പം മുതലേ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും. പിന്നെ അവര് ഷൂട്ടിങ്ങും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഭയങ്കര ഇതായിരിക്കും. പിന്നെ ഒരു എന്റർടൈൻമെന്റിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെയാണ് പിന്നെയുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് സ്ഥലത്തൊന്നും ഇപ്പൊ എന്റെ നാട് പട്ടാമ്പിയാണ്. പട്ടാമ്പിയൊക്കെ സിനിമാ തിയേറ്റർ അല്ലാണ്ട് ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോ അങ്ങനത്തെ എന്റർടൈൻമെന്റ്സ് വേണം. എന്റർടൈൻമെന്റ്സ് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് സെക്ഷനിലല്ല പറയുന്നത്, പോസിറ്റീവ് സെക്ഷനിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ഫിലിമിൽ ഗോഡ് ഫാദർ വേണമെന്ന് നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ ആസ് എ ബിസിനസ്, ഇപ്പൊ ഒരു ബിസിനസ് ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയതുകൊണ്ട് ചോദിക്കാൻ, ഒരു ഗോഡ് ഫാദർ വേണോ ബിസിനസ്സിൽ? എന്താ ബിസിനസ്സിൽ ഒരു ഗോഡ് ഫാദർ വേണ്ട, നിങ്ങൾക്ക് നല്ല വിഷയം വേണം. അതായത് ഏത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്കും വേണം. പിന്നെ ഒരിക്കലും കമ്പനീനെ ലൂട്ട് ചെയ്യരുത്. അതായത് നിങ്ങൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ ഓണറാണ്, ഓണേഴ്സിനടുത്താണ് പ്രത്യേകിച്ച്, കിട്ടുന്ന പൈസ മൊത്തം അതുമെന്ന് ഇങ്ങനെ ഊറ്റിയെടുക്കരുത്. അതുമെന്ന് നമ്മളൊരു ജോലിക്കാരനായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതുമെന്ന് പൈസ എടുക്കാൻ പറ്റുള്ളൂ. സാധാരണ എല്ലാ ആൾക്കാരും ഒരു ലെവല് സക്സസ് ആയി കഴിഞ്ഞാൽ അതുമെന്ന് മൊത്തം പൈസ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഇടും, എന്നിട്ട് ആ ബിസിനസ് കൊണ്ടാ നശിപ്പിക്കും. മറ്റത് ചെയ്യാനും അറിയണ്ടാവില്ല. അപ്പൊ അതുമെന്നുള്ളത് അതുമൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അറിയണ കാര്യമല്ലേ അത്. അപ്പൊ അത് ഗ്രോത്ത് ആയിക്കോളും. ഈ എപ്പോഴെങ്കിലും ഒരു ഒരു പേരൻസിന്റെ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഒരു ബാഡ് ഇൻസിഡന്റ് അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ബാഡ് ഇൻസിഡൻസ് വരാറൊക്കെ ഉണ്ട്. ഇപ്പൊ ചില ടൈമില് നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലാത്ത ഇഷ്യൂസിൽ വരാറുണ്ട്. ഇപ്പൊ നമ്മള് വിസക്കും മറ്റു കാര്യങ്ങളൊക്കെ ഓൺ ടൈമിൽ എല്ലാം സബ്മിഷൻ ചെയ്യും. പക്ഷെ എന്തെങ്കിലും കാരണവശാല് അത് എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ ഏതെങ്കിലുമൊക്കെ കേസിന് ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അവർ മനസ്സിലാക്കാത്ത പോലെ തോന്നാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ പേയ്മെന്റ്സിനും മറ്റു കാര്യങ്ങളുടെ ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് ലോണ് ശരിയാവാത്ത ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അവര് ലോണ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂസ് ഒക്കെ അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. അപ്പൊ എങ്ങനെ കൂളാക്കുന്നത്? നമ്മുടെ ഇഷ്യൂ അല്ല, അപ്പൊ എങ്ങനെയാ നമുക്ക് ഒരുപാട് റേസ് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ എന്താ ചിന്തിക്കാറുള്ളതെന്നറിയോ, ഞാൻ ഒന്നും ചെയ്യാത്ത പല കാര്യങ്ങൾക്കും നമുക്ക് ക്രെഡിറ്റ് കിട്ടാറുണ്ട്. അത് നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടാവും. നമ്മളൊന്നും ചെയ്യാത്ത ചില കാര്യങ്ങളിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടാറുണ്ട്. ചിലപ്പോൾ വെറുതെ ആൾക്കാർ വന്നിട്ട് നമ്മളെടുത്ത്, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് ചിലപ്പോൾ ആ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ആ സിനിമയോണ്ടോ ചിലപ്പോൾ ഇന്റർവ്യൂ കയറി കൊളത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടാണ്, അല്ല ഞാൻ പറയാം, അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർ ചില ടൈമിൽ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഓക്കെ എന്ന് പറഞ്ഞാൽ അഗ്രി ചെയ്യും. അതേപോലെ എന്റെ ലൈഫില് ഞാൻ ചില കുട്ടികൾക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും അവർക്ക് ഓവർ ദാൻ എക്സ്പെക്ടഡ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് ഓവർ ദാൻ എക്സ്പെക്ടഡ് റെസ്പെക്ട്ഫുൾ എനിക്ക് കിട്ടാറുണ്ട്. അതായത് കിട്ടേണ്ട റെസ്പെക്ടിനേക്കാളും ചിലപ്പോൾ കൂടുതൽ കിട്ടാറുണ്ട്. അപ്പൊ പിന്നെ മറ്റേ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് കുറച്ച് പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഞാനത് അങ്ങനെ കേൾക്കും. അപ്പൊ പോസിറ്റീവ് വരുന്നതിനനുസരിച്ച് നെഗറ്റീവ് വരും. ഞാനിപ്പോ പറഞ്ഞത് കറക്റ്റാ. നിങ്ങളെ ലൈഫിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു പല കാര്യങ്ങളും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാത്ത. അപ്പൊ നമുക്ക് വ്യൂസിലാണല്ലോ. അല്ലല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇപ്പൊ നമ്മള് ഡിബേറ്റ് ആവും, സെയിം ആക്ടേഴ്സിന് വേറെ വീഡിയോ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ചെയ്താ അപ്പൊ നമുക്ക് എന്തുകൊണ്ടല്ല. അല്ലല്ല, ഞാനത് വ്യൂസിൽ മാത്രമല്ല പറയുന്നത്. ഇനി ഈ മേഖല വിട്ടോളൂ. ചിലതില് നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടാറുണ്ട്. അങ്ങനെ അല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ കുറച്ച് നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാലും അത് ഏറ്റെടുക്കുക. നെഗറ്റീവ്സോ നമ്മളെ ബാധിക്കുന്നേ ഇല്ല. ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ബാധിക്കും. ഞാൻ മാനസികമായിട്ട് അങ്ങനെ പറയുമെങ്കിലും നല്ല രീതിയിൽ കമന്റ്സ് അങ്ങ് നോക്കാറില്ലല്ലോ. നമുക്ക് നെഗറ്റീവ് നമുക്ക് ഡെയിലി വന്നോണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഓക്കെ. കുറച്ച് ഫണ്ണൊക്കെ ഉള്ള ആളാണോ? ഞാൻ ആദ്യം വിചാരിച്ച കുറച്ച് സീരിയസ്, കുറച്ച് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. ധ്യാൻ ചേട്ടനെ വെച്ച് സീരിയസും അംബാസിഡർ ആക്കാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ തന്നെ റീസൺ. ഒന്നാമത്തെ റീസൺ, എനിക്ക് ഒരു സെലിബ്രിറ്റിനെ എടുക്കുന്ന ടൈമില് ആ സെലിബ്രിറ്റിനെ ഒരു വർഷം മൊത്തം അല്ലെങ്കിൽ 1, 2, 3 വർഷം കണ്ടിന്യൂസ്ലി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിൽക്കണം എന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയ ടൈമില് ബിഗർ സ്റ്റാർസ് മുതൽ താഴത്തെ സ്റ്റാർ വരെ നോക്കി നോക്കുമ്പോ എനിക്ക് ഒരേ ഒരു സ്റ്റാറിനെ അങ്ങനെ കണ്ടുള്ളൂ. അത് നമ്മളെ ധ്യാൻ ചേട്ടൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി അത് ഫോക്കസ് ചെയ്തത്. കാരണം പുള്ളി എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അറ്റൻഷൻ കിട്ടാറുണ്ട്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഏതെങ്കിലും സെലിബ്രിറ്റിനെ വെച്ചിട്ട് അവര് ചിലപ്പോ ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ സിനിമ ഉണ്ടാവില്ല അവർക്ക്. ചിലപ്പോ അവര് ചിലപ്പോ ഫിലിം ഫീൽഡിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടാവും. ചിലപ്പോ വലിയ സ്റ്റാറുകളായിരിക്കും, പക്ഷെ 1 വർഷത്തിന് ചിലപ്പോ സിനിമ എടുക്കത്തില്ല. അപ്പൊ അവര് ലൈം ലൈറ്റിൽ വരുന്നില്ല. അപ്പൊ ആ കമ്പനിക്ക് എന്തോരം നഷ്ടമാണ്.
അല്ലേ? അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ധ്യാൻ ചേട്ടന്റെ കാര്യത്തിൽ ആ ഒരു കോൺസിസ്റ്റൻസി ഉള്ള കാരണം നമുക്ക് കുഴപ്പമില്ല. ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള ഒരു പേര് മതി, അവിടെ ഒരു ചിരിയുണ്ട്. ഈ സത്യത്തിൽ ബ്രാൻഡ് അംബാസിഡർ, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇപ്പൊ ധ്യാൻ ചേട്ടനെ അല്ലെങ്കിൽ ബിഗ് സ്റ്റാർസിനൊക്കെ വെക്കുമ്പോൾ ഈ ബ്രാൻഡ് അംബാസിഡറിന്റെ ആ ഒരു പൊസിഷൻ കൊണ്ടുള്ള ഇതെന്താണ്? ഈ ലൈം ലൈറ്റ് നിക്കണം എന്ന് മാത്രമുള്ള, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് പക്ഷേക്ക് നമ്മൾ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ ഗുണങ്ങള്, എന്റെ കമ്പനിയുടെ പോസിറ്റീവ്സ് എനിക്ക് 4 ആളെടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ എന്റെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു ശ്രദ്ധ കിട്ടും. അപ്പൊ സത്യം ബ്രില്യൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഉള്ള ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി ബിസിനസ് ഉണ്ടാക്കിയിട്ട് പിന്നെ അയാൾ പോകുമ്പോഴേക്കും നമുക്ക് സ്വന്തം നിലക്ക് കിട്ടേണ്ട പോലെ തോന്നും. അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ സെയിലൊക്കെ കൈപ്പെട്ടാണെന്ന് തോന്നുന്നു. അവര് ഫസ്റ്റ് മമ്മൂട്ടിനെ വെച്ചിട്ടാ ചെയ്ത്. ഇപ്പോ അനന്ത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, അവർക്ക് ഇനി ഒരു സെലിബ്രിറ്റിയുടെ ആവശ്യമില്ല അല്ലെ? അപ്പൊ അങ്ങനെ ആവണം എന്നാണ് എനിക്ക് ആലോചന തോന്നിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഒരു ബ്രാൻഡ് അംബാസഡറിന്റെ പർപ്പസ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ മലബാർ ഗോൾഡ് ഒക്കെ നോർത്തിൽ വന്ന ടൈമിൽ അവര് വൺ ഓഫ് ദ അവിടുത്തെ ഒരു ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റിനെ എടുത്തത് അവർക്ക് പെട്ടെന്ന് അവർക്ക് ആക്സസ് കിട്ടും. പിന്നെ കല്യാൺ സിൽസ് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ അമിതാഭ് ബച്ചൻ എടുത്തത്, അവർ മലയാളികളാണ്, അവർക്ക് നോർത്തിൽ പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടുമല്ലോ. ഇനി ചിലപ്പോ ഒരു 4-5 വർഷം 8-10 വർഷം അവരെ സർവീസ് കണ്ടിട്ട് പിന്നെ ഇപ്പൊ അമിതാഭ് ബച്ചൻ പോയാലും അവർക്ക് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അവർക്ക് എപ്പോഴും ഈ ഇപ്പൊ നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു മൂവി ഇല്ലെങ്കിൽ അത് നമ്മളെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു വർഷം അവർ ആക്റ്റീവ് അല്ലെങ്കിൽ അത് നമ്മളെ എഫക്ട് ചെയ്യും, അങ്ങനെയുണ്ടല്ലേ? അല്ല, അത് പരമാവധി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് എല്ലാവരും നോക്കാറുള്ളത്. അത് പിന്നെ പർപ്പസ്ഫുള്ളി അങ്ങനെ തന്നെ ആവില്ലേ? അവർക്ക് ലൈം ലൈറ്റിൽ ഇല്ലാത്തടത്തോളം കാലം അവർക്ക് ഇച്ചിരി കുറവ് വരും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ അത്രയും സൂപ്പർ സ്റ്റാർസ് ആവണം. ഇപ്പൊ ഷാറുഖ് ഖാൻ ഒന്നും ഇനിയിപ്പോ 20 കൊല്ലത്തേക്ക് സിനിമ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ധ്യാൻ ചേട്ടനായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഇങ്ങനത്തെ സ്റ്റഡി അബ്രോഡ്സിലൊക്കെ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ധ്യാൻ ചേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പുറത്തായി. ആണോ? അപ്പൊ നിങ്ങൾ മാനേജറാണ്. പുള്ളിനായിട്ട് സംസാരിക്കലും മീൻസ് സംസാരിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഞാനാണ്. പക്ഷെ പുള്ളിയുടെ ഷൂട്ട് ഞങ്ങൾ ഇവിടെ നമ്മളെ അഭിലാഷ് എന്ന് പറഞ്ഞ മൂവിയുടെ, പിന്നെ അതേപോലെ നമ്മളെ മണിയറയിലെ അശോകനിലുള്ള ആളാണ് ഷംസു സാഹിബാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്ത ടൈമില് നമ്മളെ ഹോം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒരു വലിയ പ്രോഗ്രാമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തത്. അതിന് വരെ എന്റെ മാനേജേഴ്സും ടീമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ ടൈമിൽ കുട്ടികളുടെ ആവശ്യത്തിന് അവിടെയായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി റെസ്പോണ്ട് ചെയ്യും. നല്ല ബന്ധമാണ് പുള്ളി. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണാതെ നിങ്ങൾ അടുത്ത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മൂവീസ് ഒക്കെ എങ്ങനെയാണ്? കാണുന്നതിലാണോ എന്റർടൈൻമെന്റ്? സമയം കിട്ടാറുണ്ടോ ഇതിനൊക്കെ? സിനിമാസ് സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. എനിക്ക് ഇഷ്ട സിനിമ ആണല്ലോ. പിന്നെ ഞാന് പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിനിമക്ക് ഒരു തവണയൊക്കെ ചെയ്തു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ യുക്രൈനിലും ജോർജിയയിലൊക്കെ ആയിരുന്ന ടൈമിലൊക്കെ അവിടെ നമ്മൾ ഫിലിംസ് എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. മെയിൻലി അതൊന്നും പൈസക്ക് വേണ്ടിയിട്ടല്ല, ആ രാജ്യത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ സിനിമ കാണാറുണ്ട്. ഇപ്പൊ നഴ്സുമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ സാലറി ആണല്ലോ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഇപ്പൊ 2 lakhs പെർ മന്ത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, അത് തന്നെയാണ് ഈ 2 lakhs എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ 2 lakhs, അല്ലെങ്കിൽ ഇവിടെ വരുന്ന താമസിക്കുമ്പോൾ 2 lakhs. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ എക്സ്പെൻസും എല്ലാം ഉള്ളപ്പോ ഈ 2 lakh മതിയാവും. എല്ലാരും 2 lakh 3 lakh എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്തിട്ടല്ലേ? എനിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോർജിയയിലൊക്കെ പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾ പാർട്ട് ടൈം വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ ജോർജിയയിലൊക്കെ നഴ്സിംഗ് വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന കുട്ടികൾക്കോ പാർട്ട് ടൈം 1-2 റെസ്ട്രിക്റ്റഡ് ആണ്. ലൈക്ക് അവർക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റൂല, ടാക്സി ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റൂല, ടൂർ ഗൈഡ് വർക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ ബാക്കി ഒരുപാട് പാർട്ട് ടൈംസ് ഉണ്ട്. പക്ഷെ എന്നാലും അത്ര പാർട്ട് ടൈം കിട്ടില്ല. അപ്പോ പാർട്ട് ടൈം കിട്ടില്ല കാരണം മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഓപ്പൺ അല്ല. അപ്പൊ ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുണ്ട്, അതായത് ജോർജിയയിൽ 20,000-25,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ എല്ലാ പാർട്ട് ടൈമും കിട്ടുന്ന സ്ഥലമാണ് ഇപ്പൊ ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK എന്ന് വെച്ചോ. ഒരാൾ ഒരു മാസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവിടുത്തെ ചെലവ് കഴിയണമെങ്കിൽ തന്നെ 90,000 1 ലക്ഷം റുപ്യൊക്കെ വേണം. അപ്പോ അവരെന്ത് ചെയ്യും, അവിടെ കഷ്ടപ്പെടും. അപ്പൊ ഏതെങ്കിലും ഒരു മാസം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ നിന്ന് വീട്ടുകാർ എന്ത് ചെയ്യേണ്ടി വരും, പൈസ അയച്ചു കൊടുക്കാറുമ്പോ അത് ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ചെലവും വരവും എന്ത് ചെയ്യണം നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാം. അപ്പൊ 2 ലക്ഷം റുപ്യ കിട്ടണോടത്ത് 1.90 ചെലവ് വന്നിട്ട് അവിടെ നിൽക്കണേക്കാളും നല്ലത് 25,000 റുപ്യയില് 50,000 റുപ്യ കിട്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റുഡൻസിന്റെ കേസില്. നിങ്ങൾ പറഞ്ഞത് ജോലി അവര് ലൈഫ് സ്റ്റൈലാണ് നോക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഒരു തവണ വിദേശത്ത് ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്
വിദേശത്ത് സെറ്റിൽഡ് ആയവര് ഒരു കാരണവശാലും നാട്ടിക്ക് അങ്ങനെ പ്രിഫറബിൾ ചെയ്യുന്നില്ല ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ 2 ലാക്ക് ഞാൻ പറഞ്ഞ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഇന്ത്യൻ മണി. അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് മതിയോ, അല്ലെങ്കിൽ അത് തുച്ഛല്ലേ അവർക്ക് സേവ് ചെയ്യാനോ? അവിടെ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും കരിയർ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ജനതനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതായത് ഇപ്പൊ നമ്മളുടെ ഇടയിൽ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പയ്യന്റെ അടുത്ത് എത്ര പഠിക്കാത്ത പയ്യനായിക്കോട്ടെ അവനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും പ്ലസ് ടുവിനെ കുറിച്ചിട്ട്. പ്ലസ് ടു കഴിഞ്ഞവനെ കുറിച്ചിട്ട് അവനക്കൊരു സ്ട്രെസ് ഉണ്ടാവും അടുത്ത കോഴ്സിനെ കുറിച്ചിട്ട്. ആ കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്തത് കഴിഞ്ഞിട്ട് ജോലിനെ കുറിച്ച് സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള നമ്മളെ മലയാളി സമൂഹം മൊത്തം ഈ സ്ട്രെസ് മലയാളി മാത്രമല്ല കേട്ടോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുവിധം അങ്ങനെയാണ്. ഈ സ്ട്രെസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. അവരിതൊന്നും ആലോചിക്കുന്നില്ല. പല ആൾക്കാരും ഞാൻ യൂറോപ്പിലൊക്കെ കാണുമ്പോൾ അവരിതൊന്നും ആലോചിക്കുന്നില്ല. അവര് 15ഉം 16ഉം 17 വയസ്സിൽ എന്താണോ ഇഷ്ടപ്പെട്ട ജോലി, മെക്കാനിക്കൽ വർക്ക് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ കൊണ്ടുള്ള വർക്ക് ആയിക്കോട്ടെ, അവർക്ക് അപ്പൊ കിട്ടുന്ന എന്താണോ വർക്ക് അത് അങ്ങനെ ചെയ്യുന്നു. ജീവിതം ഡെയിലി ഇങ്ങനെ ആസ്വദിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കളയുന്നു. അപ്പൊ ഏതാ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കാര്യമാണ് നല്ലത്. പക്ഷെ ഇപ്പൊ അധികം ആയുസൊന്നും ഇല്ലെങ്കിൽ അവരെ പോലെയൊക്കെ ജീവിച്ചു പോകുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ടൈം. നമ്മൾ ഇങ്ങനൊക്കെ കൂട്ടി വെച്ച് ഇതൊന്നും കിട്ടാണ്ട് മരിച്ചു ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ചില ടൈമിൽ നമുക്ക് അവരെ ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളെ കാണുമ്പോ തോന്നൂലേ ഇവരൊക്കെ ഒന്നും ഒരു ടെൻഷനും ഇല്ലല്ലോ, എന്ത് സുഖമായിട്ടാ ജീവിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടുത്തെ പല കുട്ടികളെയും കാണുമ്പോൾ ടെൻഷൻസ് ഒന്നുമില്ല, അവര് ഭയങ്കര കൂളാ. ഓക്കെ, കുറച്ചധികം ഡൗട്ട്സ് ഉണ്ടാവും. കാരണം ഇപ്പൊ എല്ലാവർക്കും എബ്രോഡ് പോയി പഠിക്കണം എന്നാണ്. ഇപ്പൊ എന്റെ കുറെ കസിൻസിന് ഇത് ഉപകാരപ്പെടും. അപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. എന്താണ് ഹെൽപ്പ് എബ്രോഡിൽ എന്തൊക്കെ സർവീസസ് ആണ് നൽകുന്നത്? ഞങ്ങൾ നിലവില് MBBS നഴ്സിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും നഴ്സിംഗ് അൽബേനിയ, ബൾഗേറിയ, പിന്നെ ബോസ്നിയ, പിന്നെ ജോർജിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് ചെയ്യുന്നത്. MBBS അഡ്മിഷൻസ് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ബൾഗേറിയ, റൊമേനിയ, സെർബിയ, മോൾഡോവ, ഈജിപ്ത് തുടങ്ങിയ എല്ലാ രാജ്യത്തും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 10+ കൺട്രീസിൽ പിന്നെ ഇതിൽ ആൾമോസ്റ്റ് എല്ലാ രാജ്യത്തും സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം. പിന്നെ ഞങ്ങളുടെ ഒരു സർവീസ് സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ഫസ്റ്റ് കൺസൾട്ട് ചെയ്തത് മുതൽ സ്റ്റുഡൻസ് അവിടെ എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ വെച്ച് അവിടെ പഠിച്ചിറങ്ങുന്നവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവുന്ന ആളാണ്. സോ ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യത്തിന് പാരന്റ്സ് വിളിക്കുമ്പോൾ ബാക്കിയുള്ള ഏജൻസീസിന്റെ ഒക്കെ ചിലപ്പോൾ അവിടെ അസിസ്റ്റൻസിന് ആളുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു അസിസ്റ്റൻസ് എബ്രോഡ് കിട്ടും. എബ്രോഡ് എഡ്യൂക്കേഷനെ പറ്റി ഇപ്പൊ MBBS ആയാലും ഇപ്പൊ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു എക്സാം എഴുതണം, ഇവിടെ വന്നിട്ട് ജോലി സാധ്യത കിട്ടില്ല എന്നൊക്കെ. അപ്പൊ അതിന് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട്, MBBS വാല്യൂ ഇല്ലാന്ന്. ഇപ്പൊ എങ്ങനെയാണ് സാധ്യതയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് MBBS എപ്പോഴും വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ മുന്നിലുള്ള ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ChatGPT എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം 1000 പേർക്ക് ഒരു ഡോക്ടർ വേണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കിൽ പറയുന്നത്. പക്ഷെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇതിൽ ഇപ്പോ ഇന്ത്യയിൽ നിലവില് അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആൾറെഡി 1400 പേർക്ക് ഒരു ഡോക്ടർ ഉള്ളൂ. സോ 1000 വേണ്ട കൊടുത്ത് 1400 പേർക്കാണ് ഒരു ഡോക്ടർ. അതായത് 1000 പേർക്ക് ഒരാൾ വേണ്ട കൊടുത്ത് ഇപ്പൊ 1400 പേർക്ക് ഒരാള്. സോ 40% ഓഫ് ഡോക്ടേഴ്സ് ഇനിയും വേണം, മനസ്സിലാവുന്നുണ്ടോ? സോ ഡോക്ടേഴ്സിന് ഇനിയും ആവശ്യകത ഉണ്ട്. സോ അത്രയും പേർക്ക് ഇന്ത്യയിൽ സീറ്റ് ഇല്ല. സോ ഇവർക്ക് വിദേശത്ത് നിന്ന് പഠിച്ചിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്നോണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും വരാറില്ല. ഈ എക്സാം കിട്ടാൻ പാടാണ്. ഇപ്പം കുറെ പേര് ഇപ്പം പഠിച്ചിറങ്ങുന്നവരുണ്ട്, പക്ഷെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ അത് പാടാണ് ആക്ച്വലി. ഇല്ല, FMG എക്സാമിനേഷൻ പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ടോന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് കഴിഞ്ഞ് വന്നിട്ട്. അത് ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സാണ്. ഇപ്പൊ എന്റെ ഒക്കെ പല ഫ്രണ്ട്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആയി വന്നവരുണ്ട്. ഇന്ന് ഒരുപാട് പേര് ഫെയിൽ ആയി വന്നവരുണ്ട്. ഇത് MBBS എബ്രോഡ് ഉള്ള കാര്യം. ഇനി നാട്ടിലത്തെ കാര്യം തന്നെ ഞാൻ പറയാം. എന്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് എബ്രോഡ് പോയിട്ട് FMG എക്സാമിനേഷന് പേടിച്ചിട്ട് നാട്ടില് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൈസ കൊടുത്തിട്ടും 1,85,00,000 കൊടുത്ത് ജോയിൻ ചെയ്ത എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരും ഇതേപോലെ കറക്റ്റ് കോഴ്സ് ഡ്യൂറേഷനിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ടില്ല. അവരും ചിലപ്പോ 6 മാസം 1 വർഷം എടുത്ത് പഠിച്ചിറങ്ങിയ എന്റെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ എബ്രോഡ് എന്ന് പറഞ്ഞൊരു FMG എക്സാമിനേഷൻ ഫെയിൽ ആയിട്ട് ചിലപ്പോ 6 മാസം കളഞ്ഞവരുണ്ട്, ഇവരും ഉണ്ട്. അതായത് നമ്മളെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. സോ ഏതൊരു പ്രൊഫഷണൽ കോഴ്സിനാണോ അല്ലെങ്കിൽ കുട്ടികൾ ഉഴപ്പും എല്ലാവർക്കും അത് സർവ്വസാധാരണ എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
ഇതിനോടൊപ്പം ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പം നമ്മളിപ്പോ എബ്രോഡ് പഠിക്കുന്ന ഒരു MBBS ഡോക്ടറും നാട്ടിൽ പഠിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു. കാരണം നാട്ടിൽ പഠിക്കുന്നവർക്കാണ് കുറച്ചും കൂടെ ബുദ്ധി കൂടുതൽ. MBBS എന്ന് വെച്ചാൽ പുറത്തു പോകുന്നവർക്ക് പൈസ കൊടുത്ത് പഠിക്കുന്നു, അവർക്ക് അത്രയും അതുകൊണ്ടാണ് ഇവിടുത്തെ എക്സാം കിട്ടാത്ത, അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് ഇപ്പം നാട്ടില്. അപ്പൊ അതെങ്ങനെയാണ് സിലബസ് ഒക്കെ കറക്റ്റ് സെയിം ആണോ? സിലബസ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. പിന്നെ ഇപ്പത്തെ നമ്മളെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ റൂൾ പ്രകാരം ഒരുപാട് യൂണിവേഴ്സിറ്റീസിനെ ഇവരെടുത്തിട്ട് പുറത്ത് കിട്ടുന്നു. അതായത് കൊള്ളാത്ത യൂണിവേഴ്സിറ്റീസ് ഒക്കെ പുറത്ത് കിട്ടുന്നു. ഇപ്പൊ NMCയുടെ ഒരു 3-4 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ അഡ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിന്റ്സ്. അതായത് ഒന്ന് ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്സസ്, ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെ ഇംഗ്ലീഷ് ആയിരിക്കുക. പിന്നെ 5.5 വർഷമെങ്കിലും മിനിമം MBBS പഠിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യത്തിന് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം. പിന്നെ അവിടെ ലൈസൻസ് ഉണ്ടാവണം. സോ ഇത്രയും സാധനങ്ങൾ വന്നുകൊണ്ട് ഈ ക്വാളിറ്റി ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇപ്പൊ ക്യാൻസലായി. ഇപ്പോ നമ്മളെ നാട്ടിലത്തെ യൂണിവേഴ്സിറ്റിനായിട്ട് തുലനം ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ ക്യാമ്പസുകളിൽ തന്നെ സ്റ്റുഡൻസ് പഠിക്കണുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞേക്കാം. ഓക്കെ ഫൈൻ. ഇപ്പൊ ഈ നഴ്സിംഗ്, ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ MBBS പോലെയല്ല. നഴ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് +2 അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കും. ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലിൽ തന്നെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരും എബ്രോഡ് തന്നെ പോയി നഴ്സിംഗ് പഠിക്കുന്നത്? അതിനുള്ള പ്രധാന കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് പലർക്കും ഇന്ത്യയിൽ കറക്റ്റ് ആയിട്ടുള്ള സാലറി കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് 95% ആൾക്കാരും വിദേശത്ത് വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ വിദേശത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു തൊഴിലിന് വിദേശത്ത് നിന്ന് തന്നെ പഠിച്ചുകൂടാ, എന്തുകൊണ്ട് പഠിച്ചുകൂടാന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. MBBSന്റെ കേസിൽ നേരെ തിരിച്ചാണ്. എല്ലാവർക്കും ഇന്ത്യയിൽ വരണം. അപ്പൊ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇന്ത്യ വരാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കണേ. പക്ഷെ അല്ലെങ്കിൽ ഇന്ത്യത്തെ എക്സാം ടഫ് ആണോന്ന് ചോദിക്കണം. പക്ഷെ നഴ്സിംഗിൽ അഡ്മിഷൻ എടുക്കണവര് നേരെ തിരിച്ചാ വയ്ക്കുക, എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കുന്നില്ല. അതെ, അപ്പൊ അതാണ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് MBBS നാട്ടിൽ നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എബ്രോഡ് പോയി പഠിച്ചിട്ട് എല്ലാവർക്കും നാട്ടിൽ വരണം. അവർക്കാച്ച നാട്ടിൽ സീറ്റ് കിട്ടുന്നില്ല, അപ്പൊ എബ്രോഡ് പോയിരുന്നു നാട്ടിൽ വരുന്നു. നഴ്സിംഗിനാച്ച നാട്ടിൽ കണ്ടമാനം സീറ്റാണ്. പക്ഷെ അവര് നാട്ടിൽ വർക്ക് ചെയ്യാത്ത കാരണം അവർക്ക് വിദേശത്ത് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു വിദേശത്ത് പോകും. വിദേശത്ത് സീറ്റ് കുറവാണോ? ഇല്ല, നഴ്സിംഗിന് കണ്ടമാനം സീറ്റ് എല്ലായിടത്തും ഉണ്ട്. കാരണം പിന്നെ പ്രധാനമായിട്ട് ഈ പറയുന്ന സ്ഥലത്തൊക്കെ സീറ്റ്സ് ഇനിയും ഡിമാൻഡ്സ് നഴ്സസിന് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ കണക്ക് പ്രകാരം ഇനിയും ഒരുപാട് ലക്ഷം ഡോക്ടർമാർക്ക് അവസരം ഇനി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഓപ്പൺ ആകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. 2030-35 ആവുന്നതോടുകൂടി. എബ്രോഡ് പോകുന്ന MBBS അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഓക്കെ ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ MBBS ആയിക്കോട്ടെ നഴ്സിംഗിനാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴോ നിങ്ങൾ ഫസ്റ്റ് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റിനകത്ത് കൺസേൺ ആവരുത്. ഇപ്പൊ ചില പേരൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 10, 30,000, 50,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപ ഒക്കെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര കൊള്ളാത്തൊരു കൺസൾട്ടൻസി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസിന് 5 ഈ പഠിക്കുന്ന 4-6 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ കൺസൾട്ടൻസി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ നമ്മൾ ലാഭിച്ച പൈസയുടെ 4 ഇരട്ടി പോകും. പ്ലസ് അവിടെ അസിസ്റ്റൻസിന് നമുക്ക് എപ്പോഴും ചെയ്യാനും പറ്റിക്കൊള്ളുന്നില്ല. സോ വിദേശത്ത് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉള്ളത് നല്ലതാണ്. പിന്നെ ഇപ്പോ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇത്രയും കുട്ടികൾ കയറുന്ന കാരണം വിസ, ഡോക്യുമെന്റേഷൻ, പേപ്പർ വർക്ക്സ് ഒക്കെ പലതും ഞങ്ങൾ തന്നെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു മോശം കൺസൾട്ടൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പാടനായിരിക്കും. 6 years അല്ലെങ്കിൽ 5 years ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ എല്ലാ ഉത്തരവാദിത്തം നിങ്ങളാണോ ഏറ്റെടുക്കുന്നത്? എല്ലാ പഠിച്ചു കഴിയണവരെ? അതെ. അതിനകത്ത് ഞങ്ങൾക്ക് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത് MBBSനും നഴ്സിംഗിനൊക്കെ വരുന്ന കുട്ടികൾ പഠിച്ചിറങ്ങുന്നവരെ എന്താവശ്യത്തിന് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസനും ഈ മീഡിയ വണ്ണൊക്കെയാണ് ഞങ്ങളെ ബ്രാൻഡ് അംബാസഡറിനേക്കാളും ഇവര് ഞങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസഡർ ആവും. കാരണം അവരുടെ അടുത്ത് ആര് ചോദിക്കുമ്പോഴും അവർ മൗത്ത് പബ്ലിസിറ്റി, അതൊരു ബിസിനസ് കൂടെ ഉള്ള ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സംരംഭം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആണ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധ്യത ഉണ്ട്. MBBSന് ഒരുപാട് സാധ്യത ഉണ്ട്. സോ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഞങ്ങൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ട് ജോയിൻ ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാം. അവിടെ പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിനകത്ത് എല്ലാ യൂണിവേഴ്സിറ്റീസിന്റെയും വീഡിയോസും പോസിറ്റീവ്സും നെഗറ്റീവ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കൗൺസിലേഴ്സിനായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. യൂട്യൂബ് ചാനലിന്റെ നെയിം എന്താ?
ഹെൽപ്പ് അബ്രോഡ് എഡ്യൂക്കേഷൻ അത് തന്നെയാണ് ബൈ ഡോക്ടർ ഫവേഴ്സ്. അപ്പൊ അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഉണ്ട്. ഡോക്ടർ ഫവേഴ്സിന്റെ സ്റ്റുഡൻസിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കോ? ഒരു കോളിന്റെ ദൂരം മതി. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ കോഴ്സിനേക്കാളും കൂടുതൽ പെർഫോം എടുക്കുന്ന സംസാരിക്കുന്ന സ്റ്റുഡൻസിന്റെ, കാരണം പാരന്റ്സ് വിളിക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാവുമല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റുഡൻസിന്റെ കോൾ ചെയ്തതിനോട് കൂടിയിട്ട് പിന്നെ പാരന്റ്സിനെ കോൾ അവിടെ നിന്നോളും. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ഹെൽപ്പ് അബ്രോഡിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നല്ലാണ്ട് തമിഴ്നാട്, കർണാടക മുതല സംസ്ഥാനങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ മറ്റേ ടൂർസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇതിന്റെ സാച്ചുറേഷനിൽ ഞാൻ എത്തിയിട്ടില്ല. അതായത് എനിക്ക് ഒരുപാട് മറ്റു ഏജൻസീസും കോമ്പറ്റീറ്റേഴ്സും ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ എനിക്ക് ഇതിന് എന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷമേ ഉള്ളൂ വേറെ ബിസിനസ്സിലോട്ട് ചിന്തിക്കുന്നതന്നെ ഉള്ളൂ. എന്തായാലും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം, അതൊരു ആഗ്രഹം തന്നെയാണ്. ഡോക്ടർ ഇപ്പൊ ഇൻബിറ്റ്വീൻ ഒക്കെ വെബിനാർസ് ഉണ്ട്, വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസിനൊക്കെ ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യേണ്ടത്. ഡെയിലി MBBS ആയിക്കോട്ടെ നഴ്സിംഗിനായിക്കോട്ടെ വെബിനാർസ് ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അവർക്ക് അതിനകത്തോട്ട് കയറാം. ഞങ്ങൾ വഴി അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും മനസ്സിലായിട്ട് ഞങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ വഴി എടുക്കാം. അതല്ലെങ്കിൽ വേറൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനായിട്ട് അവർ സംസാരിക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇൻഫോംഡ് ആയിരിക്കും. അത് വിത്തൗട്ട് പേയ്മെന്റ് ആണ്. അവർക്ക് വെബിനാർസിനകത്തോട്ട് പങ്കെടുക്കാം. ഓക്കെ. അപ്പൊ പർട്ടിക്കുലർ ആയിട്ട് നമ്പർ ഒക്കെ നമ്മൾ ഇതിൽ അല്ലെ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഫ്രീ ആയിരിക്കും. വെബിനാർസ് ഫ്രീ ആണോ? ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ട്സും ക്വറീസും സാർ തന്നെയാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നല്ലൊരു ഫൺ സെഷൻ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് പോകട്ടെ എല്ലാ കാര്യങ്ങളും. ഇനിയും ഒരുപാട് പേർക്ക് ഇതുപോലെ അവസരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റട്ടെ അല്ലെ. ഒരുപാട് പേരുടെ സന്തോഷത്തിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.